നമ്മൾ പലപ്പോഴും കാണുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബേൺ ഔട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ആൻറ്റർപ്രന്യൂഴ്സ് തന്നെ. ചില ആൾക്കാർക്കൊക്കെ പലതരത്തിലുള്ള സിൻഡ്രോംസ് ഉണ്ട്. ചില ആൾക്കാർ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ അവർക്കെല്ലാം മതിയായെന്നൊരു തോന്നൽ. ചിലർക്ക് വല്ലാതെ ഒരു 40-45 എത്തുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഫറ്റീഗ്, ബ്രെയിൻ ഫോഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ തെറ്റുന്നു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും പല കോച്ചസിൻ്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വിഷൻ ശരിയാവാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ വിഷൻ ബോർഡ് ഒന്നുകൂടെ നിങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വിഷനും മിഷനും ഒക്കെ നമുക്ക് വേണം ബിസിനസ് വിജയിക്കാൻ, ഒരു സംശയമില്ല. എക്സ്പെർട്ടൈസും ഉണ്ടാവണം. ഞാൻ ഏത് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, നിങ്ങൾ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ വിജയിക്കണമെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ടായേ പറ്റൂ. പക്ഷെ ഇത് രണ്ടും മാത്രമല്ല ഒരാളെ ജീവിതത്തിൽ നയിക്കുന്നത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള വ്യക്തമാണ്. പ്രധാനമായിട്ട് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ്. ഈ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. എക്സിക്യൂട്ടീവ് സെന്റർ എന്നാണ് ബ്രെയിനിനെ പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിനിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആകുക എന്ന് പറഞ്ഞാൽ ബ്രെയിനകത്ത് ന്യൂറോ കെമിക്കൽസ് ഉണ്ട്, പലതരത്തിലുള്ള ന്യൂറോ കെമിക്കൽസ് ആണ്. ഈ ന്യൂറോ കെമിക്കൽസ് ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വിഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷനുകൾ തെറ്റിയെന്ന് വരാം. നമ്മുടെ എക്സിക്യൂഷനിൽ ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. മനസ്സിനെ എംപവർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ പറ്റും.